जय मसीह। ഇങ്ങനെ ഒരവസരം സൂമിൽ കൂടെ കിട്ടുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം കാണിച്ച ദയക്കായിട്ട് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. मुझे ऐसा एक अवसर जूम माध्यम के द्वारा आप लोगों के बीच में आने के लिए सर्वशक्तिमान परमेश्वर ने मुझ पर दिखाया हुआ करुणा के लिए मैं प्रभु को धन्यवाद करता हूं. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ എല്ലാവരെയോടും അറിയിക്കുന്നു. बहुत जल्दी आने वाला प्रभु यीशु मसीह की मीठे और पवित्र नाम में मैं सबको मेरा प्रेम भरा हुआ वंदन देता हूं. ഞാൻ 22 വർഷമായിട്ട് അമേരിക്കയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയും 3 മക്കളും കുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തടുത്ത് താമസിക്കുന്നു. ദൈവം സന്തോഷകരമായി ഞങ്ങളെ വഴി നടത്തുന്നു. पिछले 22 साल से मैं अमेरिका में रहता हूं. मैं और मेरी पत्नी हालेलुया और मेरे बच्चे लोग पास पास में रहते हैं. ഏകദേശം 30 വർഷമായിട്ട് കർത്താവിന്റെ വയലില് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 13 വർഷമായിട്ട് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. पिछला 30 साल से मैं प्रभु यीशु मसीह की सेवा करता हूं, लेकिन उससे बढ़कर जो परमेश्वर की वचन के अनुसार बपतिस्मा लेकर प्रभु की कलीसिया के साथ जुड़कर पिछला 13 साल से मैं सेवा कर रहा हूं. എൻ്റെ ക്രിസ്തീയ ജീവിത അനുഭവങ്ങളൊക്കെ നമ്മുടെ വചന ശുശ്രൂഷയുടെ മധ്യത്തില് ചുരുക്കമായിട്ട് പറയാം. അതിനേക്കാളിൽ ഉപരിയായിട്ട് എൻ്റെ കർത്താവിന്റെ വചനം മറ്റുള്ളവരോട് സംസാരിക്കുവാനാണ് കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചതെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. हालेलुया. मैं अपनी गवाहियों को वचन के बीच बीच में संक्षिप्त रूप में बताऊंगा, लेकिन प्रभु ने मुझे वचन बोलने के लिए बुलाया गया है, इसलिए मैं आप पहले वचन के बीच में आपको बताना चाहता हूं. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളെ എല്ലാവരെയും 66 മുറികൾ ഉള്ളതായ ഒരു വലിയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. मैं आपको सबको एक बहुत बड़ा घर जिसमें 66 कमरे हैं उस घर की ओर ले जाना चाहता हूं. ആ 66 മനോഹര മുറികളില് ഓരോ സവിശേഷതകൾ എടുത്തു പറയുവാനായിട്ടുണ്ട്. ये 66 कमरे वाला घर का एक एक कमरे के बारे में बोलने के लिए बहुत बातें हैं. അതില് ഒരു പ്രധാനപ്പെട്ട മുറിയാണ് സംഗീത മുറി. उसपे सबसे खास कमरा है हालेलुया गीत वाला कमरा. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമുക്ക് 3-4 മുറികളും ഒക്കെ കാണും. അതിനകത്ത് ബെഡ്റൂമായിട്ടുണ്ട്. വിസിറ്റേഴ്സിന് വന്ന് താമസിക്കാനുള്ള ഒരു മുറി വേർതിരിച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാര് എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് ഒരു മുറി കാണും. അങ്ങനെയൊക്കെയുള്ള ഭവനം നമ്മുടെ ചുറ്റില് നമ്മുടെ ഈ ലോകത്തിൽ ഉള്ളപ്പോഴേ हालेलुया. हम अपने जब घर बनाते बड़े घर बनाता तो अपनी घर का बच्चों के अनुसार हम कमरे उनको गिनती बढ़ाते हैं. अगर कोई मेहमान आता तो उनको रहने के लिए अलग घर बनाते हैं. इस तरीके का अलग अलग रीति हम इस्तेमाल करते हैं. അങ്ങനെ സകലവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ 66 മുറികളുള്ള ഒരു മനോഹര ഭവനം അതിന്റെ ഉടയവനെ അതിന്റെ സൃഷ്ടിതാവിനെ കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ മനോഹരമായ ഭവനം ഇതാണ്. हालेलुया. मैं ये जो 66 कमरे वाला जो कमरा बनाने वाला सर्वशक्तिमान परमेश्वर को आज आपके सामने दिखाना चाहता हूं. वो कमरा है, वो घर है जो हमारा पवित्र वचन. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്തെ സംഗീത മുറിയിൽ നിന്ന് ഒരു പാട്ടിന്റെ 1-2 ഭാഗങ്ങൾ മാത്രം ചിന്തിക്കുവാനാണ് ഈ ദിവസം കർത്താവ് എന്നോട് ആലോചന പറഞ്ഞു തന്നിരിക്കുന്നത്. आज का दिन में मेरे को प्रभु ने मुझे हालेलुया वचन दिया है. उसमें जो गीत वाला कमरा है उसमें से 1-2 वचनों को पढ़कर आपके सामने बातें करे. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആധാരമാക്കി എടുത്തിരിക്കുന്നത്. वचन संगीता 30वां अध्याय उसका 11-12 वचन मैं आपके बीच में बताना चाहता हूं.
നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. तूने मेरे लिए विलाप को नृत्य में बदल डाला। तूने मेरा ठाट उतरवा कर मेरी कमर में आनंद का पटुका बांधा है, ताकि मेरी आत्मा तेरा भजन गाती रहे और कभी चुप ना हो। हे मेरे परमेश्वर यहोवा, मैं सर्वदा तेरा धन्यवाद करता रहूंगा। ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സംഗീത മുറിക്കകത്ത് 150 പാട്ടുകളുണ്ട്. അതിനകത്തെ ഒരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ വായിച്ചു കേട്ടത്. ഇതിന്റെ ഗായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദാണ്. हालेलुया. ये गीत वाला कमरे के अंदर 150 गीते हैं। हालेलुया. उसमें से एक गीत का 2 वचन मैंने पढ़ा है। हालेलुया. ये गीत लिखने वाला हालेलुया गीत करता है इस्राएल का मीठा गीत गाने वाला दाऊद. ദാവീദിന്റെ പാട്ടുകളെല്ലാം അനുഭവ ഗാനങ്ങളാണ്, അനുകരണ ഗാനങ്ങളല്ല. दाऊद जो भी गीत गाया है अपने जीवन की गवाही से गाया है, कभी किसी को सुनकर उसका दोहराया हुआ गीत नहीं है. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായ ഈ മധുര ഗാനങ്ങൾ പാടുമ്പോൾ ആരും കണ്ണുനീർ അണിഞ്ഞു പോകും, കണ്ണുനീർ തൂകും, ദൈവസന്നിധിയില് ഹൃദയം തുറക്കും. हालेलुया. जब वो गीत सुनते हैं कोई भी लोग अपनी मन एकदम दुर्बल हो जाते हैं, वो आंसू बहाना शुरू हो जाता है, परमेश्वर की आशीष को पाना शुरू हो जाता है. ഹല്ലേലൂയ. ഈ പാട്ടുകാരൻ ഇവിടെ പാടുകയാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന്. ദാവീദിന്റെ ജീവിത ചരിത്രങ്ങളെയൊക്കെ നോക്കുമ്പോ അനേക പ്രശ്നങ്ങളിൽ കൂടെ ഒക്കെ കടന്നു വന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സന്തോഷിച്ച് പാടുന്ന പാട്ടുകളാണ് കൂടുതലും. हालेलुया. प्रिय दाऊद अपने जीवन में प्रभु ने बुलाया हुआ है, प्रभु बुलाकर उनको जीवन में हालेलुया उन्नत जगह पर उनको बैठाया है. हालेलुया. वो जब हालेलुया जब प्रभु ने बुलाया तो अपने जीवन की पूरी समय परमेश्वर की गीत गाने के लिए ही वो अपना समय को बिताता है. തന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് വിലാപത്തെ നൃത്തമാക്കി കൊടുത്ത ഒരു ദൈവം, രട്ടിനെ, കറുത്ത വസ്ത്രത്തിനെ സന്തോഷമായിട്ട് ഉടുപ്പിച്ച് നടത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നിങ്ങളോട് പറയുവാനും കാണിക്കുവാനും ആണ് ഞാൻ इന്ന് ശ്രമിക്കുന്നത്. हालेलुया. दाऊद अपने विलाप को प्रभु ने नृत्य में बदल डाल दिया. उनका टाट को उतराकर प्रभु ने हालेलुया अपनी कमर में आनंद की पटुका बांधा. उस खुशियों को मैं आपके बीच में बताना चाहता हूं. ഈ കറുപ്പ് തുടങ്ങുന്നത് കൽപ്പനാലംഘനം നടന്ന സമയം മുതലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങുകയാണ് ഈ രട്ട്. हालेलुया. हम ये पाटुका के बारे में हम अगर जानकारी रखेगा तो परमेश्वर का पहला मनुष्य आदम और हव्वा जब प्रभु की आज्ञा का उल्लंघन किया था, वहां से ये पाटुका के बारे में हालेलुया ये दुख की बात अवस्था को शुरुआत हुआ है. അങ്ങനെ ഈ സാഗരത്തിൽ മുങ്ങി താഴുന്നവരെ പിടിച്ചു കയറ്റി സന്തോഷം അണിയിച്ച് അവരുടെ കറുപ്പിനെ മാറ്റി ഇനിയും മൗനമായിരിക്കാതെ അവന് സ്തുതി പാടേണ്ടതിന് നമ്മളെ നിർത്തിയിരിക്കുക, വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. हालेलुया. जो दुख की हालेलुया काला कपड़ा जो लोग पहने हैं उनको हालेलुया दुख के सागर से बाहर निकालकर उनको परमेश्वर की खुशियों की आनंद की नदी में डुबाने के लिए प्रभु ने हमको चुना है. ഞങ്ങളുടെയും ജീവിതത്തില്, കുടുംബ ജീവിതത്തില് ഈ കഴിഞ്ഞ കാലങ്ങളില് ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തില് ആത്മീയ ശുശ്രൂഷയിലൊക്കെ കടന്നു വന്നതിന് ശേഷം ഇങ്ങനെയുള്ള പല അനുഭവങ്ങളിൽ കൂടെ ഒക്കെ കർത്താവ് ഞങ്ങളെ മുൻപോട്ട് നടത്തിയപ്പോൾ ഹാലേലുയ ഈ രട്ടിനെ ഒക്കെ മാറ്റി, സന്താപത്തെ മാറ്റി, വിലാപത്തെ മാറ്റി സന്തോഷകരമാക്കിയ ഒരു നല്ല കുടുംബജീവിതത്തെ തന്ന ഈ വലിയ ദൈവത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുവാനാണ് എന്റെ കർത്താവ് ഇന്ന് ആലോചന തരുന്നത്.
हालेलुया, मेरे कुटुंब जीवन में भी इतनी बड़ी बहुत महादुख के द्वारा हम लोग गुजर रहे थे, वहां से प्रभु ने हमको हाथ पकड़कर हालेलुया दुख के सागर से निकालकर ये खुशियों का हालेलुया नदी के किनारे पे लाकर, ये जो बातें हैं जो मैंने आपको आज सबके सामने बताने के लिए चाहता हूं। ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഇയ്യോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഹല്ലേലൂയ സകലതും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ആ വ്യക്തിയെ കൂട്ടുകാരും പ്രിയപ്പെട്ടവരും എല്ലാവരും നിന്ദിച്ച് ഈ കർത്താവിനെ തള്ളിപ്പറയുവാൻ പറയുമ്പോഴും വിശ്വസ്തനായി നിന്നുകൊണ്ട് ഒരിക്കലും ഞാൻ കർത്താവിനെ നിന്ദിക്കയില്ല എന്ന് വിശ്വാസത്തോട് മുൻപോട്ട് പോയ ഒരു ഇയ്യോബിന്റെ സംഭവ കഥ നമ്മളിവിടെ വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ. हालेलुया, परमेश्वर की पवित्र वचन जब पढ़ते हैं, आयुब का किताब जब देखे हैं, हालेलुया आप अपना जीवन की कठिनाई दुख के समय पर अपनी परिवार का सब लोग खत्म हो गया, अपनी पत्नी भी उनको छोड़ दिया, अपनी दोस्त लोग उसको ठुकराया, सब लोग बोला तू अपने परमेश्वर की निंदा करो, उनको ठुकरा दो, हालेलुया, लेकिन उन्होंने उस परमेश्वर को मजबूत पकड़कर बने रहा। वो वचन हम अच्छे से जानते हैं। ഈ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് അവന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ സഭാവിശ്വാസികളും ജാതികളും ഒക്കെയും നിന്ദിച്ച നിന്ദയുടെ നടുവില് വിശ്വസ്തരായി അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നതുകൊണ്ട് ഏതു പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജയത്തോട് മുൻപോട്ട് നിൽക്കുവാൻ ഈ സമയം വരെയും വലിയവനായ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. जब प्रभु यीशु मसीह को मैं कबूल किया था, मेरे दोस्त लोग, मेरे रिश्तेदार लोग और मेरे जितनी भी जहां मैं सभा में जाता था, सभा का लोग जब मैं यीशु मसीह को बपतिस्मा भरा लेकर कलीसिया का साथ जुड़ गया तो लोगों ने सब मेरी निंदा किया और हालेलुया लोगों ने मुझे ठोकर मारा, लेकिन प्रभु ने उनके बीच में मुझे खड़ा कर प्रभु की श्रेष्ठ वचनों के अनुसार जीवित बिताने के लिए प्रभु ने मुझे आदर किया और प्रेम किया। അങ്ങനെ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ നാം ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ പല ശോധനകളിൽ കൂടെ കടത്തിവിട്ടു. ആ ശോധനകളൊക്കെ നിങ്ങളോട് വിവരിച്ച് പറയുവാൻ ഇന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്നാൽ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കമായി പറയാം. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ ഉണ്ടായെങ്കിലും വലിയ സംഭവം എന്ന് പറയുന്നത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഈ കർത്താവിനെ അറിഞ്ഞ് അവന്റെ കൽപ്പനകളിലൊക്കെ അനുസരിച്ച് മുൻപോട്ട് ജീവിച്ചപ്പോൾ ഉണ്ടായ ശോധന, കാൻസർ എന്ന രോഗം പിടിപെട്ടവരാണ് ഞങ്ങള്. ഹല്ലേലൂയ. അതിൽ നിന്ന് അത്ഭുതകരമായി അതിന്റെ ആ സമയത്ത് മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുവാനേ ദൈവം അനുവദിച്ചുള്ളൂ. അതിനുശേഷം തുടർന്ന് ട്രീറ്റ്മെന്റ് വേണ്ട. എന്റെ കർത്താവ് വിശ്വസ്തന, അവൻ സൗഖ്യമാക്കിയാൽ പൂർണ്ണമായി സൗഖ്യമാക്കുന്നവനാ. ഞങ്ങളിപ്പോൾ ഒരു മരുന്നും എടുക്കാതെ സന്തോഷമായിട്ട് കർത്താവിന്റെ വയലിൽ നിൽക്കുന്നു. हालेलुया, हम जब प्रभु यीशु मसीह को ग्रहण किया तो हालेलुया जो हमको ठोकर मारने वाला, हमको बड़े दृष्टि से देखने वाला लोगों के सामने हालेलुया हम लोगों के सामने जब हम बहुत बड़ा जांच पड़ताल के द्वारा गया, लेकिन उसमें से सबसे बड़ा जांच हुआ था जो हमारे को दोनों को, पति पत्नी दोनों को कैंसर करके जो बहुत बड़ा बीमारी हमको हालेलुया हमको पकड़ा गया। हालेलुया, उस बहुत बड़ा बीमारी को हालेलुया प्रभु ने हमको एकदम चंगा कर जब वो बीमारी हमारे शरीर में था तब थोड़ी समय के लिए हमको दवाई खाना पड़ा। उसके बाद आज तक उसके बारे में सोचने को ना दवाई खाने को जरूरत नहीं पड़ा। परमेश्वर अद्भुत रीति से हमको चमकाया। हालेलुया, प्रभु के चरणों में वफादारी के साथ, विश्वास योग्यता के साथ प्रभु की सेवा करने के लिए हालेलुया बिल्कुल अच्छे आरोग्य के साथ काम करने, सेवा करने के लिए प्रभु ने हमको अवसर दे रहा है। ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ക്യാൻസർ ഉണ്ടായത് എൻ്റെ ഈ തൊണ്ടയിലാണ്. അത് വന്ന് എനിക്ക് ശബ്ദം സംസാരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഞാൻ എല്ലാം എഴുതി കാണിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കുറച്ചു നാളത്തേക്ക്. അതിനുശേഷം ഈ 66 മുറികളുള്ള ആ മനോഹര വീടിന്റെ ഒരു മുറിയിൽ കയറി ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഒരു രാവിന്റെ നിശബ്ദതയില് എൻ്റെ ഈ അസുഖം പൂർണ്ണമായി മാറ്റി തന്ന് നല്ല ശബ്ദം തന്ന് പണ്ടുണ്ടായിരുന്നതിനേക്കാളിൽ നല്ല സുന്ദരമായ ശബ്ദം തന്ന് പാടുവാൻ പ്രസംഗിക്കുവാനും ഒക്കെ എൻ്റെ കർത്താവ് സഹായിച്ചു.
हालेलुया, मुझे कैंसर हुआ था मेरे गले में। हालेलुया, उस समय मैं बोल नहीं सकता था, मैं लिखित में दिखाते थे। हालेलुया, तो उस समय बहुत बड़ा टेंशन में आया, परेशान में आया, लेकिन सर्वशक्तिमान ने मेरे जीवन में हालेलुया ये 66 कमरे वाला घर के अंदर घुसकर प्रभु की वचनों को हालेलुया ध्यान करने के लिए मेरे को अवसर मिला। सर्वशक्तिमान ने मेरे को छुआ, उनकी पवित्र शक्ति मुझ पर उतर आया। पूर्ण रूप से मेरी शरीर से बीमारी को प्रभु ने दूर कर दिया और पहले से भी अच्छे, सुंदर और आवाज वाला शब्द मुझे दिया और प्रभु की वचन ध्यान करने के लिए, प्रघोषण करने के लिए और गीत गाने के लिए और प्रभु की सेवा करने के लिए सर्वशक्तिमान ने मेरे जीवन में असुलभ अवसर दिया। അതിനുശേഷം ഹല്ലേലൂയ ഒരു 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയ്ക്ക് യൂട്രസില് ക്യാൻസർ ഉണ്ടായി. അതിന്റെ ട്രീറ്റ്മെന്റ് 2 വർഷമേ ആയുള്ളൂ. അതിന്റെ ആ സമയത്ത് പിന്നെ സർജറി നടന്നു, കീമോതെറാപ്പി നടന്നു, എല്ലാം നടന്നു. ആരോഗ്യവതിയായിട്ട് ഇന്ന് എന്റെ കർത്താവ് നിർത്തുന്നു. ഒരു മെഡിസിനും ഞങ്ങൾ എടുക്കുന്നില്ല. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയില്, ദിവസങ്ങള്, സമയങ്ങള്, സദാസമയവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ സ്തോത്രം പറഞ്ഞ് ഞങ്ങള് ധൈര്യത്തോടെ മുൻപോട്ട് പോവുകയാണ്. हालेलुया, मेरे जो बीमारी के 2-3-4 साल के बाद हालेलुया जब मेरी पत्नी को बच्चेदानी में कैंसर हुआ, उनके लिए कीमो हुआ, अलग अलग दवाइयां हुआ। हालेलुया, थोड़ा सा संकट परेशानी को उनको सामना करना पड़ा, लेकिन सर्वशक्तिमान परमेश्वर ने अभी 2 साल बीत गया हालेलुया बिल्कुल पूर्ण रूप से उनको चंगा किया। हालेलुया, अभी बिल्कुल हम दोनों कोई दवाई नहीं खाते हैं। प्रभु ने हमको ये एकदम अद्भुत रीति से परमेश्वर की चमत्कारी के द्वारा प्रभु ने हमारे जीवन में अद्भुत कार्य किया। प्रभु की दया हमारे साथ हुआ। हालेलुया, हम आज बिल्कुल खुशियों के द्वारा, धन्यवाद के द्वारा प्रभु की महिमा करते हुए, ये मेरे बगल में बैठे मेरी पत्नी है, हालेलुया, हम दोनों बहुत हंसते हुए, धन्यवाद करते हुए प्रभु की आराधना करते हैं। ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ അടുത്ത ഒരു പാട്ടാണ് 55-ാം സങ്കീർത്തനത്തില് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അത് എല്ലാം വായിക്കണ്ട, ഇപ്പം വായിച്ച് സമയം കളയുവാനായിട്ടില്ല. അതിനകത്തെ ഉള്ളടക്കം ഞാൻ പറയാം. 55-ാം സങ്കീർത്തനത്തില് ദാവീദ് ഇപ്രകാരം പറയുന്നു, 1 മുതൽ 8 വരെ. എവിടെയൊക്കെ ഒരു ഓടിപ്പോക്ക്, ഒരു പ്രത്യേകമായ ജീവിത മാറ്റം. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഈ പ്രത്യേകതകൾ നാം കാണുന്നില്ലേ? हालेलुया, हम आज देख सकते हैं जब 55वां भजन संगीता में 1 से 8 तक जब हम पढ़ते हैं, मनुष्य कोई चीज के पीछे भागते हुए हालेलुया हम देख सकता है, लेकिन परमेश्वर का हालेलुया पवित्र वचन में हम देख सकते हैं हालेलुया कुछ लोग कहीं और जगह के लिए भागते हुए आज दुनिया में भी हम देख सकता है लोग अपने जीवन की कोई ना कोई बात के लिए हालेलुया भागते हुए हम देख सकते हैं। സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. അപ്പോൾ പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നുവെന്ന്. ഇത് മനുഷ്യർ ആഗ്രഹിക്കുന്നില്ലേ? ഇങ്ങനെ ഒരു മുന്നോട്ട് ഒരു പോക്ക്, ഒന്ന് വിശ്രമിക്കുവാൻ, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഹല്ലേലൂയ ഒരു സ്വസ്ഥത ലഭിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയല്ലേ നാം ഓരോരുത്തരും? हालेलुया, हाँ, भजन संगीतकार कहता है उसका 4 वचन में, मेरा मन फितर संकट में है और मृत्यु का भय मुझ पे समा गया है, और भय और कमकमी ने मुझे पकड़ लिया है और भय के कारण मेरे रोए खड़े हो गए हैं। और मैंने कहा, भला होता कि मैं कबूतर की से पंख होते तो उड़ जाते और विश्राम पाते। हालेलुया, हालेलुया, देखो फिर तो मैं उड़ते उड़ते दूर निकल जाता और जंगल में बेसा रह लेता। हालेलुया, हम भी कभी कभी जीवन की इतनी बड़ा कठिनाइयों में, दुख भरे जीवन के समय पर हम भी चाहते हैं इस जगह से कहीं दूर जाकर अपनी घोंसले को बस बनाने के लिए हम भी चाहते हैं। ഹല്ലേലൂയ, സ്തോത്രം. ഞാന് നമുക്ക് മനസ്സിലാകേണ്ടതിന് ചെറിയതായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് പിറക്കുമ്പോ ആ കുഞ്ഞ് കരയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിറക്കുന്ന ഒരു കുഞ്ഞ്, അത് ഹിന്ദിയില് നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ മേ ആയ എന്നുള്ള ആ ഒരു സ്വരമാണ് ആ കുഞ്ഞ് കരയുന്നത്. മേ ആയ എന്ന് പറയുമ്പോ അവൻ സുരക്ഷിതമായിരുന്ന സ്ഥലത്ത് നിന്ന്
ഈ കഷ്ടതയുടെ ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ കാണാനായിട്ട് സാധിക്കും. हालेलुया। हम देखे हैं जब नया बच्चा अपनी माँ की कोख से जब जन्म हो जाता है तब वो बच्चा रोते हुए, हम लोग हिंदी में देखा है, मैं आया, उस तरीके का आवाज बच्चे की मुंह से निकलता है। मतलब है हालेलुया, वो मम्मी की कोख में बिल्कुल सुरक्षित थे बच्चा। लेकिन क्या हुआ, जब उसको समय पूरा हुआ तो प्रकृति ने रखा हुआ समय जब पूरा हुआ तो इस धरती पर हुआ, हालेलुया, असुरक्षित जगह पर वो प्रवेश हुआ तो वो बोलता मैं आ गया, मुझे कोई संभालो, मुझे कोई बचाओ। उस तरीके से सबके सामने वो रोते हुए हम देख सकते हैं। അങ്ങനെ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, കരഞ്ഞും കൊണ്ട് പിറക്കുന്ന ഒരു കുഞ്ഞ് ഈ ലോകത്തിലെ സുഖ ദുഃഖങ്ങള് രോഗങ്ങള് ഇതിലെല്ലാം എന്തെല്ലാം ഇവിടെ അനുഭവിക്കണമോ അതെല്ലാം അനുഭവിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ കരയിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഈ ജീവിതമാണ് ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. हालेलुया, जब ये बच्चा रोते हुए जन्म होता है, हालेलुया, वो पूरे लोगों को खुशियां प्रदान करते हैं। लेकिन थोड़े समय धरती पर जीकर, हालेलुया, उसका समय जब पूरा हो जाता है, सबको दुख देकर, सबको आंसू भरा हुआ, हालेलुया, आंसू भरा हुआ बात देखकर वो ये दुनिया को छोड़कर चले जाते हैं। यही एक बात है एक मानव का दर्द जीवन में ये धरती पर जो होते हैं। ഹല്ലേലൂയ, സ്തോത്രം. ഈ രണ്ട് വിലാപങ്ങളുടെ ഇടയിലാണ് മനുഷ്യരായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇതിന്റെ നടുവിൽ നിന്നും നിന്റെ വിലാപത്തെ മാറ്റി നൃത്തമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ, हालेलुया। ये जो बच्चा रो के आते हैं, सबको रुलाकर जब वापस जाते हैं एक मनुष्य बन गए, हालेलुया, उसी जैसा दो दुख रोने की बीच में से, हालेलुया, प्रभु आज हमको कह रहा है मैं तुम्हारी, हालेलुया, दुख को आनंद में बदल डालूंगा करके प्रभु हमको चेतावनी वाणी दे रहा है। ഹല്ലേലൂയ, സ്തോത്രം. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. നമ്മുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠതകൾ ഇതൊക്കെയാണ്. അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്, ഹല്ലേലൂയ, സമാധാനത്തിന്റെ പ്രഭുവാണ്. 40-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ പാപം ചെയ്തില്ല, പാപം അറിയില്ല, രക്ഷകനായി വന്നു, രക്ഷിക്കാനായി വന്നു. ഹല്ലേലൂയ. ആ ദൈവം അനുഭവിച്ച, യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതകള് നാം ഈ സമയം ഒന്ന് ഓർക്കേണ്ടതാണ്. हालेलुया। हम देखे हैं, हालेलुया, परमेश्वर की पवित्र वचन के अंदर हमारा परमेश्वर अद्भुत मंत्री, हालेलुया, हालेलुया, वीर परमेश्वर, हालेलुया, शांति का, हालेलुया, हालेलुया, राजकुमार और अनंत काल का पिता है। हालेलुया, ओ प्रभु, ये धरती पर हम देखे हैं, हालेलुया, 40वां भजन संगीता में लिखा है, उन्होंने कभी पाप नहीं देखा, ना पाप के बारे में नहीं जानता था। उन्होंने अपनी जीवन हमारे लिए देकर, हालेलुया, हमको उद्धार देने के लिए अपने आप को ये धरती पर सौंप दिया। ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവിനെ ഒന്ന് കാണിക്കണം. ഇവൻ മാത്രമാണ് ലോകത്തില് രക്ഷകനായി വന്നിട്ടുള്ള ഏക ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും, സന്തോഷം ഉടുപ്പിക്കും. ഹല്ലേലൂയ, ഇരുട്ടിനെ മാറ്റി വെളിച്ചമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം. അവൻ ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. हालेलुया। हम जिस परमेश्वर को, हालेलुया, जो परमेश्वर इस धरती पर हमारे लिए दंड उठाया, कष्ट सहा, क्यों? हमारी दुख को आनंद में बदल डालने के लिए, हमारी अंधकार को उजियाले में डालने के लिए, हालेलुया, वो परमेश्वर, हालेलुया, आराधना चाहने वाला नहीं, आराधना का योग्य परमेश्वर है। ഹല്ലേലൂയ, സ്തോത്രം. ഈ വേദപുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഏദനില് നരനും നാരിയും കുറ്റമേൽക്കാത്ത സാഹചര്യം, അവർ തമ്മിൽ പഴിചാരുകയാണ്. കായീനെ നോക്കാം, ഹാബേലിനെ നോക്കാം, മറുതലിക്കുന്നു. ഹല്ലേലൂയ, കുറ്റം കുഴിച്ചു മൂടുന്ന ആ ഒരു ആഖാനെ കാണാം.
ഹാലേലുയ കള്ളം പറയുന്ന ഗേഹസിയെ കാണാം. അങ്ങനെ ആദിയോട് അന്തം നോക്കുമ്പോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ അതിനകത്ത് കാണുവാനായി സാധിക്കും. परमेश्वर का पवित्र बाइबल जब हम पढ़ते हैं, हालेलुया, कईन अपनी हालेलुया इकलौता भाई हालेलुया उसको हालेलुया उसको हालेलुया मार देते हैं, हाबेल को मार देते हैं। हालेलुया झूठ बोलने वाला गेहसी को हम देखे हैं। हालेलुया और क्या बोलता है हालेलुया, और परमेश्वर की वचन के विरुद्ध कार्य करने वाला, ऐसे बड़े बड़े लोगों को हम प्रभु की पवित्र वचन में हम ध्यान कर सकते हैं। ഹാലേലുയ സ്തോത്രം. വേദപുസ്തകത്തില് ഇങ്ങനെയുള്ളവരെ എല്ലാം കാണുമ്പോൾ അതിന്റെ നടുവില് ഹാലേലുയ്യ ഹാലേലുയ്യ നിലവിളിച്ച് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നീതീകരണം പ്രാപിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായി സാധിക്കും. जब अपने जीवन में गलती हुआ तो अपने जीवन में हालेलुया प्रभु के सामने पाप किया तो उस पाप को हालेलुया छुपाए हुए नहीं, प्रभु के सामने अपनी पाप का अंगीकार करते हुए हालेलुया प्रभु जी मुझ पर गलती हुआ, आपकी दया के अनुसार मुझ पर दया करो करके हालेलुया करुणा दिखाओ करके चिल्लाते हुए एक दावीद को हम प्रभु की पवित्र वचन में देख सकते हैं। Praise the Lord. Hallelujah. നമ്മൾ ഇന്ന് ദാവീദിനെ പോലെയാണോ അതോ മുകളിൽ പറഞ്ഞ ഹാലേലുയ തമ്മിൽ തമ്മിൽ പഴിചാരുന്നവരെ പോലെയാണോ എന്നൊന്ന് ചിന്തിക്കണം. आज हम अपने आप को एक बार जांचे, ऊपर बोला हुआ हालेलुया एक दूसरे के ऊपर अपनी जुर्म को लगाने वाला कईन की तरह या गेहसी की तरह हो, अपनी गलतियों को सर्वशक्तिमान के सामने अंगीकार करने वाला दाऊद की तरह हो, हम अपने आप को एक बार प्रभु के सामने जांचना बहुत अच्छे है। ഹാലേലുയ സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ കഥ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. मैं आपके सामने एक छोटे से कहानी को सुनाना चाहता हूं। ഒരു വീട്ടിലെ ഗൃഹനാഥന് 2 മൃഗങ്ങളെ വളർത്തുന്നു. एक घर में एक 2 जानवरों को पाल रहा है। ഒന്ന് ഒരു ആട്ടിൻകുട്ടി, മറ്റൊന്ന് ഒരു പന്നിക്കുട്ടി. हालेलुया एक मेमना को बकरे का बच्चे को, दूसरा है एक सुअर का बच्चे को। ഇത് രണ്ടും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജീവിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ ഇടയന്റെ കീഴില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. हालेलुया ये दोनों जानवर हैं, एक ही मालिक के पास खाना खाते हैं, एक ही मालिक के पास वो एक ही मालिक पाल रहा है, एक ही मालिक के सामने साथ सब कुछ अपना जीवन का हालेलुया जीवचर्या कर रहा है। ഇവർ രണ്ടുപേരും ഒരു ദിവസം ഇങ്ങനെ ചാടി മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ചെളിക്കുണ്ടുണ്ടായിരുന്നു. ആ ചെളിക്കുഴിയിലേക്ക് ഇത് 2 മൃഗങ്ങളും വീഴാൻ ഇടയായി. ये दोनों जानवर हालेलुया एक दिन हालेलुया आपस में खेल रहे थे। हालेलुया खेलते वक्त वो मालिक का जमीन के अंदर एक कीचड़ का एक कुआं होता था, वो कुआं के अंदर ये दोनों कीचड़ के अंदर गिर गया। ഹാലേലുയ സ്തോത്രം. ഇതിന്റെ രണ്ടിന്റെയും അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാം. ആ ആട്ടിൻകുട്ടിയാണെങ്കിൽ ആ ചെളിയിൽ വീണപ്പോൾ അത് അവിടെ കിടന്ന് കരയുവാനായിട്ട് തുടങ്ങും. എന്നാൽ പന്നിക്കുട്ടിയോ അതിനകത്ത് കിടന്ന് കളിച്ച് രസിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കും. आप वो दोनों जानवरों को एक बार ध्यान करेगा तो वो मेमने का बच्चा, वो बकरे का बच्चा जैसे कीचड़ में गिर गया तो वहां चिल्ला कर मालिक को जगाने के लिए लगा, लेकिन जो सुअर का बच्चा है जहां गिरा है वहां बहुत अच्छा लगता है, बहुत आनंद आ रहा करके वहीं उसी कीचड़ के अंदर हालेलुया नाचते रहा। ഹാലേലുയ. അതിനെ രണ്ടിനെയും അവിടെ നിന്ന് ആ ചെളിക്കുണ്ടിൽ നിന്ന് കരയിലേക്ക് കയറ്റി വിട്ടാൽ ആട്ടിൻകുട്ടി ഹാലേലുയ മതിലിന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ ഉടയവന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന് എവിടെയാണ് അതിന്റെ ശരീരം ഉരച്ച് അതിന്റെ ശരീരത്തിലെ അഴുക്ക് കളയുവാനായിട്ട് പരിശ്രമിക്കുകയും അതേസമയം മറ്റേ മൃഗം പന്നിക്കുട്ടിയാണെങ്കിൽ വീണ്ടും ആ ചെളിയിലേക്ക് പോകുവാനായിട്ട് ആകാംക്ഷയോട് നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. हालेलुया जब हम दोनों जानवरों को कीचड़ से बाहर निकालेगा तो आप देख सकता है बकरे का बच्चा मेमना हालेलुया अपनी मालिक की शरीर पर या कोई पेड़ में या कोई हालेलुया दीवार में अपनी शरीर को रगड़ते जब तक अपनी शरीर उसको शुद्ध नहीं होता तब तक अपनी शरीर को रगड़ते रहता है। लेकिन जो सुअर का बच्चा जैसे बाहर निकला हालेलुया तुरंत वो क्या करते हैं
हालेलुया दोबारा उसके उसी कीचड़ में हालेलुया गिरने की कोशिश करते हैं। ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഉടമസ്ഥൻ അതിനെ കുളിപ്പിച്ച് ഹല്ലേലൂയ ചെളി കളഞ്ഞ് ഹല്ലേലൂയ അതിനെ വൃത്തിയാക്കി രണ്ടിനെയും അവിടെ നിർത്തി ഹല്ലേലൂയ 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 മുൻപോട്ട് അതിനെ പറഞ്ഞു വിടുമ്പോ ആ ആട്ടിൻകുട്ടി ഒരിക്കലും ഇനിയും ചെളിയിലേക്ക് പോകാതെ ഹല്ലേലൂയ എന്റെ ഉടയവൻ എന്നെ കഴുകി വെടിപ്പാക്കിയെന്നും ഹല്ലേലൂയ അതേസമയം ലോകത്തിന്റെ മക്കള് ആ പന്നിക്കുട്ടി വീണ്ടും ലോകത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയും അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആത്മീയാർത്ഥത്തിൽ നിങ്ങൾക്കത് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. हालेलुया हम देख सकते हैं इसका मालिक दोनों जानवरों को अच्छे से नहलाकर धुलाकर पोंछकर दूर जगह में अपनी कमरे में खड़ा करेगा तो आप देखना हालेलुया वो बकरा मेमने का बच्चा वो कीचड़ की गुहा को देखकर डरने लगेगा, लेकिन ये सुअर का बच्चा क्या करेगा हालेलुया बार बार वहां उसी कीचड़ में गिरने के लिए और कितने भी वो उसको मालिक उसको साफ करो फिर गिरने की कोशिश करता है। मैं आपसे जान रहा मैं आपसे आपके द्वारा मैं ये विचार कर रहा हूं कि आप इसका मतलब आत्मिक रीति से जान रहा है। जो व्यक्ति परमेश्वर का वचन के द्वारा धुल जाते हैं पाप से बच जाते हैं दोबारा पाप की ओर जाने से डरते हैं, लेकिन हालेलुया कुछ लोग हैं जो जादी लोग हैं बार बार पाप करने के लिए हालेलुया फिर उसी पाप पर गिरते हुए आनंद मनाने के लिए चाहते हैं। ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് രണ്ടും രണ്ട് കുലത്തിൽപ്പെട്ടവരാണ്. ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷിക്കപ്പെട്ട കൂട്ടമായ ദൈവമക്കളാകുന്ന നമ്മൾ ഹല്ലേലൂയ ഈ ദൈവമക്കളെ ദൈവം വിളിച്ചത് ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന പന്നിക്കൂട്ടമേ എന്നല്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം വിളിച്ച ആട്ടിൻകൂട്ടമാണെങ്കിൽ ഹല്ലേലൂയ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ परमेश्वर की महिमा हो। हालेलुया हमने देखे हैं हालेलुया प्रभु का यीशु मसीह का लहू से छुटकारा पाकर जो हालेलुया अपने पाप को धोया हुआ लोगों को यीशु ने बोला हे मेरे बेड़ की जुड़ो करके पुकारा। हालेलुया मैं हे मेरा सूरों को जुड़ो करके नहीं पुकारा। हालेलुया आज जो यीशु मसीह की लहू से धोया हुआ जो व्यक्ति है वो अपने हाथ उठाकर अपने प्रभु को एक बार धन्यवाद करेंगे। ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 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 40-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുന്നു അവൻ എനിക്കൊരു പുതിയ പാട്ട് തന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ ഒരു പുതിയ പാട്ട് നമുക്ക് തന്നെങ്കിൽ പുതിയ ഹൃദയം നമുക്ക് തന്നെങ്കിൽ ഹല്ലേലൂയ നമ്മൾ എപ്പോഴും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. എപ്പോഴും സ്തുതിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷമുള്ളവരായിക്കൊണ്ട് ഹല്ലേലൂയ നാം ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങള് രോഗങ്ങള് ദുഃഖങ്ങള് പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ മധ്യത്തില് ക്ഷീണിച്ചു പോകാതെ സന്തോഷത്തോട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന ഈ സമയം ഞാൻ ഓർപ്പിക്കുകയാണ്, ആശംസിക്കുകയാണ്. हालेलुया परमेश्वर की पवित्र वचन के अंदर लिखा है उन्होंने मेरे अंदर एक नया गीत दिया मैं चुपचाप ना रहते हुए उनको आनंद मनाते हुए हालेलुया प्रभु की गीत गाते हुए उनको धन्यवाद करते रहूंगा क्योंकि उन्होंने मुझे पाप की कीचड़ से दुष्ट की कीचड़ से अंधकार की दुनिया से बचाकर पवित्र जगह पर खड़ा किया है। हालेलुया इस परमेश्वर को जीवन भर में हालेलुया आनंद मनाते हुए स्तुति करते हुए मेरा जीवन बिताऊंगा। हालेलुया ये सभी को जीवन में इस तरीके से हालेलुया आशीष और बरकत जो परमेश्वर ने मानव कुल को दिया हुआ है वो होने पाए और प्रभु आपको बहुताय से आशीष करने पाए। मैं आपको सबको आशीष का वचन देना चाहता हूं। പാസ്റ്റർ ഇനി എത്ര സമയം കൂടെ ഉണ്ട് മുമ്പില്? 10 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ട്. ഇനിയും ഈ ക്രിസ്തീയ ജീവിതത്തില് ഇങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് മുന്നോട്ട് പോകുമ്പോ ഹല്ലേലൂയ ഇനി എന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് കർത്താവിനെ ഒന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കുറച്ചുകൂടെ കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വചന ശുശ്രൂഷ നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. मैं अपने जीवन के गवाही को बोलकर मैं आपके सामने हालेलुया प्रभु यीशु मसीह को एक बार और मेरे जीवन में किस तरीके से उन्होंने कैरी किया करके दिखाना चाहता हूं। ഹല്ലേലൂയ നാം ആരും വിചാരിക്കരുത്
കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് ഇനി രോഗങ്ങളില്ല, ദുഃഖങ്ങളില്ല, ഈ ലോക ജീവിതത്തില് ഇനി ഒന്നും ഭവിക്കയില്ല, നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നും. അല്ല, ഹാലേലുയ, അവന്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ്. ഹാലേലുയ, ലോകപരമായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വീണ്ടും രോഗങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, നിന്ദകൾ വരാം, എല്ലാം വരും. അതിനെയൊക്കെ ഹാലേലുയ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് മുൻപോട്ട് ജീവിച്ചാൽ നമുക്ക് ജയത്തോടെ മുൻപോട്ട് പോകുവാനായി സാധിക്കും. हम लोग ये आत्मिक जीवन जब जीते हैं, हम धरती पर रहने की वजह से अलग अलग तरीके का बीमारियां, अलग अलग शारीरिक संकट, परेशानियां हमारे जीवन में पक्का आ सकता है, लेकिन हमारा हालेलुया यीशु मसीह की हाथ में हम सुरक्षित है। हो सकता है शारीरिक तौर से, मानसिक तरीके से कोई न कोई विपत्ति हमारे जीवन में आए। आप मत सोचना प्रभु मुझे छोड़ दिया, प्रभु ने मुझे ठुकरा दिया। नहीं, हालेलुया, प्रभु आपको हालेलुया प्रभु की हाथ में आप सुरक्षित होने की वजह से, चाहे कितने भी बड़ा विपत्ति आपके जीवन में आए, प्रभु आपको पूर्ण रूप से चंगाई देकर, पूर्ण रूप से आनंद करना, हालेलुया आनंद देकर आपको आगे बढ़ाएंगे। ഹാലേലുയ, സ്തോത്രം. ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളില് ഒരു ഭാരമേറിയ ഒരു വസ്തു ഇങ്ങനെ തള്ളി മാറ്റിയ സമയത്ത് എൻ്റെ ബൈക്കില് ഒരു വേദന ഉണ്ടായി. എൻ്റെ നട്ടെല്ലിന്റെ 2 കശേരുക്കള് കർത്താവ് സൃഷ്ടിച്ച സ്ഥാനത്ത് നിന്ന് തെന്നി മാറുവാനിടയായി. हालेलुया, जब मैं काम कर रहा था वहां मेरा पीछे का जो रीढ़ का हड्डी का हालेलुया 2 जगह से ऐसा निकल गया और मेरे को कमर में बहुत ज्यादा दर्द शुरू हुआ. ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് നടക്കാൻ വയ്യ. എന്നെ 2 ജോലിക്കാർ ചേർന്ന് താങ്ങി എടുത്തുകൊണ്ട് പോയിട്ടാണ് എന്നെ ഓഫീസിൽ കൊണ്ട് കിടത്തിയത്. അവിടെ നിന്ന് ആംബുലൻസ് വരുത്തി എന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. मैं जिस जगह पर वो काम कर रहा था वहां से मैं एक कदम भी आगे नहीं बढ़ नहीं सकता था. वहां से वो लोगों ने मुझे, मेरा साथ वाला मिलकर काम उठाकर मुझे अस्पताल के लिए ले गए थे. ഹാലേലുയ, തുടർന്നുള്ള ട്രീറ്റ്മെന്റില് ചെക്കപ്പുകളൊക്കെ നടത്തിയപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്തു. അതല്ലാതെ നടക്കുവാനായി സാധ്യമല്ല, എന്നാൽ സർജറിയോടുകൂടി നീ പാരലൈസ് ആയി പോകും, നിനക്ക് ഇനി എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധ്യമല്ല, ജോലി ചെയ്യാൻ സാധ്യമല്ല എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊണ്ട് സൈനൊക്കെ ചെയ്യിപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ അനുവാദം വാങ്ങിച്ചിട്ട് 6 മണിക്കൂർ നേരത്തെ സർജറിക്കായിട്ട് ഞാൻ സർജറി തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. हालेलुया, मेरे को रीढ़ का हड्डी का ऑपरेशन चाहिए करके डॉक्टर ने बोला. वो लोगों ने उसकी पूरी कागज कार्रवाई कर मुझे 6 घंटे का ऑपरेशन के लिए ऑपरेशन थिएटर में प्रवेश कराया. ഹാലേലുയ, ആ സമയത്ത് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞ ഒരു വാക്ക് ഇതാണ്: ഹാലേലുയ, എനിക്കൊരു വലിയ ഡോക്ടറുണ്ട്. ആ ഡോക്ടർ നിങ്ങളെയും കൊണ്ട് വേണ്ടുന്ന ഈ രീതിയിൽ അവന്റെ ആലോചന പ്രകാരം എന്റെ ശരീരത്ത് വേണ്ടുന്നതെല്ലാം ചെയ്തെടുക്കും. ഹാലേലുയ, ഈ പറഞ്ഞതൊന്നും എന്നെ ബാധിക്കയില്ല. ഞാൻ അങ്ങനെ സന്തോഷത്തോടെ അവരോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തിയേറ്ററിലേക്ക് കയറിപ്പോയി. डॉक्टर ने मुझे बोला था कि मैं पैरालाइज हो पक्षपात हो जाएगा, क्योंकि ऑपरेशन की वजह से हम गारंटी नहीं दे सकता, लेकिन ऑपरेशन करना जरूरी है. मैंने डॉक्टर को बोला, हे डॉक्टर साहब, मेरा पिता जो स्वर्ग में है वो मेरे जैसे मेरे ऊपर चाहेगा उसी जैसा आपके हाथों से कराएगा, इसलिए मुझे कोई डरने की बात नहीं है. आप चिंता ना कीजिए, मुझे प्रभु अद्भुत रीति से करेगा जो कुछ भी करना है. സ്തോത്രം. 6-7 മണിക്കൂർ കൊണ്ട് എന്റെ സർജറി എല്ലാം കഴിഞ്ഞു. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഹാലേലുയ, ആ സ്പൈനൽ കോഡ് അതിനകത്തൂടെ ഒരു ദ്രാവകം ഒഴുകുന്നുണ്ട്. അത് 100 പേർക്ക് സർജറി ചെയ്യുമ്പോൾ 5 പേർക്കെങ്കിലും അത് ബ്രോക്കൺ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആജീവനാന്തം അതിന് മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു പാട പോലെ ഉള്ളൂ, അതിന് മരുന്നില്ല. അത് പിന്നെ അങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ജീവിതം മുഴുവൻ തലവേദനയായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞതായിരുന്നു. അത് അതുപോലെ സംഭവിച്ചു, അത് ലീക്കായി പോയി. ഹാലേലുയ, സ്തോത്രം. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, അതിനുശേഷമാണ് അറിയുന്നത്. हालेलुया, जब रीढ़ का हड्डी का ऑपरेशन किया था उसके अंदर से स्पाइनल कोड बोलता, मेरुदंड बोला जाता है उसको. हालेलुया, वो जो नस है अगर टूट गया तो जीवन भर हम पैरालाइज पक्षपात की ओर जाएगा, और नहीं तो जीवन भर सिरदर्द में हालेलुया हमको रहना पड़ेगा.
इस तरीके से डॉक्टर ने बोला, लेकिन ऑपरेशन के टाइम पर वो टूट गया। ഹാലലിയ, സ്തോത്രം. ഹാലലിയ, അത് നന്മയ്ക്കായിട്ട് ചെയ്തു എന്ന് വേണം എനിക്ക് പറയുവാൻ. ഹാലലിയ, കാരണം സർജറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്നെ വീട്ടിലേക്ക് വിടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം വേറെയാ താമസിക്കുന്നത്, അടുത്തടുത്ത. അവരും ജോലിക്ക് പോകേണ്ടവരാ. അപ്പൊ എന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധ്യമല്ല. ഇത് ഹാലലിയ, കർത്താവ് അറിഞ്ഞ് നമുക്ക് ഓരോന്ന് വരുമ്പോ അതിനപ്പുറത്തൊരു നന്മ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. हालेलुया, वो स्पाइनल कॉर्ड का हालेलुया वो मेरुदंड टूटने की वजह हम सोचा खतरा हो गया, लेकिन वो मेरे जीवन के फायदा के लिए हो गया, क्योंकि ऑपरेशन के बाद तुरंत 2 दिन के बाद मुझे डिस्चार्ज कर देगा, मेरा घर में भेज देगा, क्योंकि मेरी पत्नी अकेला है मेरा घर में, और मेरे बच्चे लोग हैं, वो लोग काम करने जाना पड़ता, वो लोग देखभाल करेगा, लेकिन उनको परेशान देना मैं नहीं चाहता था। लेकिन वो मेरे जीवन में भलाई के लिए उत्पन्न हुआ। जो भी हमारे जीवन में दिक्कत परेशानियां होते हैं, लेकिन आप घबराना नहीं, आगे वो भलाई के लिए ही उत्पन्न होगा। Praise the Lord. Hallelujah. അതുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് 6 ദിവസത്തോളം എന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തി ഡോക്ടറും നേഴ്സസും ഒക്കെ വന്ന് പരിചരിച്ച്, ഹാലേലുയ, അവര് ചോദിക്കുന്നുണ്ട് തലവേദനയുണ്ടോ എന്ന്. ഹാലേലു, ഞാൻ അപ്പോഴൊക്കെ പറയും എനിക്കൊന്നുമില്ല എന്ന്. ഹാലേലുയ, ഞാൻ അത് തിരിച്ചറിഞ്ഞു ഇന്നതാ കാരണമെന്ന്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഭാരമില്ലാതെ 6 ദിവസം അവിടെ കിടന്നിട്ട് അവര് സ്കാൻ ചെയ്ത് എന്നെ നോക്കിയപ്പോൾ അവരുടെ റെക്കോർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മിറക്കിൾ പേഷ്യന്റ് ഫോർ എബ്രഹാം. എബ്രഹാം ഒരു പ്രത്യേക പേഷ്യന്റ് ആണ് ഇവിടെ. ആ സാധനം കർത്താവ് അടച്ച് ലീക്ക് നിർത്തി. हालेलुया, जब उन्होंने ऑपरेशन किया था स्पाइनल कॉर्ड, हालेलुया, द्रावक है, हालेलुया, मेरुदंड का जो दावक है बाहर लीकिंग होके नहीं लग गया। उन्होंने 6 दिन मुझे एडमिट किया, डॉक्टर लोगों ने हालेलुया 6 दिन मुझे हालेलुया वहां देखभाल किया, और हालेलुया डॉक्टर नर्स लोग मेरे को बार बार देखता था, और वो लोग पूछा कि आपको कोई सिरदर्द हो रहा है क्या, आप अपना कार्य कर पा रहे हैं क्या? उसने मैंने बोला मैं बिल्कुल ठीक हूँ। और डॉक्टर साहब ने मेरा रिकॉर्ड में लिख दिया, मेरा नाम लिखा अब्राहम स्करिया। वो चमत्कारी के द्वारा उनका हालेलुया मेरुदंड का जो लीकिंग स्टॉप हो गया। सर्वशक्तिमान ने मुझे छुआ, मुझे चंगा किया। ഹാലേലുയ, സ്തോത്രം. അവര് പറഞ്ഞത് 6 മാസത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിടത്ത് 90 ദിവസം തികയുന്നതിന് മുന്നമേ ആരോഗ്യവാനായി എൻ്റെ ദൈവം എഴുന്നേൽപ്പിച്ച് എന്നെ ഫുൾ ടൈം ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചു. ആ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവത്തെയാണ് ഞാൻ നിങ്ങളോട് കാണിച്ചു തരുവാനായിട്ട് ഇന്ന് 6 महीने तक आप चारपाई से ना उठे, लेकिन थोड़े दिन में मेरे को उस चारपाई से उठकर हालेलुया मेरे जो काम दिया, उस काम जो मैं काम करते थे उस काम में पूर्ण समय बिताने के लिए प्रभु ने मुझे अवसर दिया। ഹാലേലുയ, ഈ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, നമ്മുടെ ഓരോരുത്തരുടെയും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഹാലേലുയ ദാവീദിനെ പോലെ ആ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിയിരുന്ന് ഹാലേലുയ കണ്ണുനീരോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ഹാലേലുയ പരസ്പരം നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചാൽ, ഹാലേലുയ രക്ഷിക്കുന്ന, ഹാലേലുയ വിടുതൽ തരുന്ന, ഹാലേലുയ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹാലേലുയ, ഈ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ള ബോധ്യത്തോടെ നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. हम आपकी कोई भी कष्ट में, कोई भी दुख में प्रभु यीशु मसीह जो मुझे छुड़ाया हुआ, हालेलुया आपको भी छुड़ाने के लिए वफादार है। और प्रभु यीशु मसीह को अपना जीवन में पुकारो, उनको आनंद, हालेलुया उन्होंने आपका दुख को आनंद में बदलकर आपकी जीवन में खुशियों का नदी में आपको ठहराएगा। इस प्रभु आपको आशीष दे। ये वचन के द्वारा मैं यहाँ समाप्त करना चाहता हूँ। എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പാസ്റ്ററോടും ആ സഭയുടെ പ്രിയപ്പെട്ടവരോടും വിശ്വാസികളോടുമുള്ള എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. मुझे अवसर दिया हुआ कलीसिया और हर एक लोगों को प्रेम भरा धन्यवाद करता हूँ। हम आपस में याद करके प्रार्थना करेंगे। प्रभु सबको आशीष दे।